സ്ത്രീകളുടെ യോനി ഭാഗത്തെ പേശികളെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഏറ്റവും ഫലപ്രദമായ എക്സർസൈസാണ് കീഗിൾസ് എക്സർസൈസ്. അപ്പോൾ കീഗിൾസ് എക്സർസൈസ് എല്ലാ സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഗർഭാവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രസവാനന്തരവും, അതായത് 6 ആഴ്ചക്ക് മുമ്പ് തന്നെ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സർസൈസാണ്. വളരെ ഫലപ്രദമാണ്. കീഗിൾസ് എക്സർസൈസ് എങ്ങനെ ചെയ്യാം, എപ്പോൾ ചെയ്യാം, എന്താണ് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള രീതി എന്ന് നമുക്ക് ഇവിടെ നോക്കാം. ഇപ്പോൾ സപ്പോസ് നമ്മൾ മൂത്രം ഒഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ടോയ്ലറ്റ് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നമുക്കത് ഹോൾഡ് ചെയ്യേണ്ടി വന്നു, അതായത് പിടിച്ചു വെക്കേണ്ടി വന്നു എന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ പേശികൾ ഉള്ളോട്ട് വലിച്ചുകൊണ്ട് നമ്മളവിടെ ടൈറ്റാക്കി ഹോൾഡ് ചെയ്യും. ഈ ഒരു ആക്ഷനാണ് കീഗിൾസ് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ കൊണ്ടുവരേണ്ടത്. കീഗിൾസ് എക്സസൈസ് നമുക്ക് കിടന്നുകൊണ്ട് ചെയ്യാം, ഇരുന്നുകൊണ്ട് ചെയ്യാം, നടന്നുകൊണ്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഏറ്റവും എഫക്റ്റീവായിട്ട് നമ്മൾ കാണാറ് ഇത് കിടന്നുകൊണ്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ യോനി ഭാഗത്തെ പേശികൾ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് ഒരു 3 മുതൽ 5 സെക്കൻഡ് വരെ അതവിടെ ഹോൾഡ് ചെയ്ത് വെക്കുക. ശേഷം സ്ലോ ആയിട്ട് റിലീസ് ചെയ്യാം. ഇങ്ങനെ ഒരു 20 മുതൽ 30 തവണ വരെ അറ്റ് എ ടൈം ചെയ്യേണ്ടതാണ്. ഇത് നമുക്ക് ഡെയിലി 2 or 3 തവണ ചെയ്യുകയാണെങ്കിൽ അത് മേൽ പറഞ്ഞ ബുദ്ധിമുട്ടുകൾക്ക് വളരെ എഫക്റ്റീവായി കാണാറുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് 6 ആഴ്ച കഴിഞ്ഞിട്ടായിരുന്നു ഈ രീതിയിലുള്ള എക്സസൈസുകൾ സജസ്റ്റ് ചെയ്യാറ്. എന്നാൽ ഇപ്പോൾ പഠനങ്ങൾ തെളിയിക്കുന്നതും നമ്മൾ കണ്ടുവരുന്നതും ഗർഭിണിയായിരിക്കെ തന്നെ ഈ രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുകയാണെങ്കിൽ അതിനൊരുപാട് ഗുണങ്ങൾ കാണുന്നുണ്ട്. അതായത് നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് വജേന ലൂസാവുന്നത്, അമിത മൂത്രവാർച്ച, അടിയിലൂടെ അറിയാതെ കീഴ്വായു പോകുന്നത്, ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ ഈ രീതിയിലുള്ള എക്സസൈസുകൾ നിങ്ങൾ റുട്ടീനാക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ മൂത്രം ഒഴിച്ചതിന് ശേഷം, അതായത് ബ്ലാഡർ എംപ്റ്റി ആക്കിയതിന് ശേഷമാണ് കീഗിൾസ് എക്സസൈസ് ചെയ്യേണ്ടത്. ഇത് ഈ പറഞ്ഞ എക്സസൈസ് നിങ്ങൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് 6 months ഒരു റുട്ടീനായി നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി 6 months കഴിയുമ്പോൾ നിങ്ങളൊരു കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം യോനി ഭാഗത്തെ പേശികൾ അസസ് ചെയ്യേണ്ടതും അതിന് അനുസരിച്ച് ഫർദർ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതുമാണ്. അപ്പോൾ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കീഗിൾസ് എക്സസൈസ് നമ്മൾ എത്ര തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാരതൊരു റുട്ടീനായിട്ട് നമ്മൾ ഈ പറഞ്ഞ പ്രോപ്പർ രീതിയിൽ എടുക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഇതിന് നമുക്ക് കോസ്മെറ്റിക് ഗൈനക്കോളജിയിലുള്ള ഒരു ഓപ്ഷനാണ് ഹൈഫം ചെയർ. ഇതിനെപ്പറ്റി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതലായി ഡിസ്കസ് ചെയ്യാം.